നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇദ്ദേഹത്തിന് 38 വയസ്സുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ലിംഗത്തിൻ്റെ ഞരമ്പിൽ ഒരു കുറച്ച് തടിപ്പുകൾ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് ചെറുതായല്ല, ഇത്തിരി കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ പെയിൻഫുള്ളാണ്. സെക്ഷൽ കോണ്ടാക്റ്റിന് ശ്രമിക്കുമ്പോൾ നല്ല നല്ല പെയിൻ ഉണ്ട്. ഒരുപാട് അസ്വസ്ഥതകളെല്ലാം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഈ ഒരു തടിപ്പ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. എന്തായിരിക്കും ആ തടിപ്പ് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാൽ വൃഷണത്തിലോ മറ്റു ഭാഗങ്ങളിലോ അങ്ങനെ ഒരു തടിപ്പൊന്നും ഇല്ലതാനും. എന്തായിരിക്കും ഡോക്ടർ അദ്ദേഹത്തിൻ്റെ? ഇത് ഈ പറഞ്ഞത് കേട്ടിട്ട് ഇത് ചിലപ്പോൾ വളരെ ചില പേഷ്യൻസ് വന്നിങ്ങനെ സംസാരിക്കാറുണ്ട്. ഇത് ലിംഗത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു തടിപ്പല്ല. തൊലിയുടെ തൊട്ടടുത്ത് വെയിൻസ് ഉണ്ട്. അതായത് ബ്ലഡ് സർക്കുലേഷനുള്ള വെയിൻസ്. ആ വെയിൻസ് എന്തെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും സമയത്തോ അല്ലെങ്കിൽ ഈ ഇറക്ഷനോ അങ്ങനെ വരുമ്പോഴോ എന്തെങ്കിലും ചെറിയ ചതവ് പോലെ വരാം. ചതവ് വന്ന് അതിനകത്ത് നീർക്കെട്ട് വരും. അതിന് ത്രോംബോഫ്ലിബൈറ്റിസ് എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ കയ്യിലൊക്കെ ഇപ്പോൾ ഈ ഡ്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ കയ്യിലൊരു ഞരമ്പിന് ഒരു നീര് ചിലർക്ക് വരാറുണ്ട്. അതുപോലുള്ള സെയിം ഒരു മെക്കാനിസം അതിനകത്ത്. അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഇഞ്ചുറിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ആ വെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ത്രോംബോഫ്ലിബൈറ്റിസ് ആണ്. അത് പുറമേ നോക്കുമ്പോൾ നമുക്ക് കാണത്തില്ല. ചിലപ്പോൾ ചെറിയൊരു കോഡ് പോലെ ഇങ്ങനെ അതിൽ കൂടെ നമുക്കിങ്ങനെ തൊടാൻ പറ്റുമായിരിക്കും. അത് വേദനയുള്ളതായിരിക്കും. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞില്ലെങ്കിൽ കാര്യം ആ പെയിൻ അല്ലെങ്കിൽ അത് മാറത്തില്ല. അതിൽ ലോക്കൽ ഓയിൻമെൻറ്റ് ഇടണം. ഇൻഫെക്ഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കണം. ത്രോംബോഫ്ലിബൈറ്റിസ് ആണ് അത് ഡോഴ്സൽ പെനീസിൻ്റെ വെയിനയിലുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. അത് വളരെ ചുരുക്കമായിട്ട് ഇങ്ങനെ ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട്. പക്ഷേ അപ്പോൾ നോക്കണം, ചിലപ്പോൾ ഇത് കൂടുതലും ചിലപ്പോൾ കാണുന്ന ഈ ഷുഗറും അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും ഇൻ്റർകോഴ്സ് സമയത്തോ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറിയ ഇഞ്ചുറി വന്നിട്ടുണ്ടായിരിക്കും അവിടെ. ആ ഇഞ്ചുറിയിൽ നിന്നാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത. 38 വയസ്സെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഷുഗറിനുള്ള ഒരു സാധ്യത ഉണ്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിന് കാരണം എന്താണെന്ന് നോക്കണം. ഇതിപ്പം മരുന്ന് കഴിച്ചാൽ ഇത് മാറും. പക്ഷേ പിന്നെ ഇത് റിപ്പീറ്റഡായിട്ട് വരാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ള ഇത് പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കണം. പല പല അസുഖങ്ങളും ഇതിന് കാരണമാണ്. അതെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ കൂടെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ട് പിന്നെ ഇത് ഉണ്ടാകത്തില്ല. അപ്പോൾ നിസ്സാരവൽക്കരിച്ച് കളയേണ്ട ഒരു കാര്യമല്ല ആ പറയുന്ന തടിപ്പ്, അല്ലേ ഡോക്ടർ? അത് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണുക. അത് നിസ്സാരമായി മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് ചിലപ്പോൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.